Hello everyone, so again welcome back to my YouTube channel. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ട IK വീഡിയോൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കിഡ്സ് ബെഡ്റൂമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടാണ് ഇവർ എല്ലാ ഡീറ്റെയിലിങ്ങും ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫർണിച്ചർ ഐറ്റംസ് ആണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സും ഇവിടെ അവൈലബിൾ ആണ്. കുറേ നല്ല സോഫ്റ്റ് ടോയ്സ് അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആണ് കേട്ടോ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈനിൽ നല്ല നല്ല വെറൈറ്റി ഓഫ് ക്ലോത്ത്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്നത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിനെ പറ്റിയിട്ട്. ഇതിങ്ങനെ ഒരു ബോക്സിലായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് വോളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇവിടെ കുറേ റേഞ്ചിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് റൂമിൻ്റെ ഇൻറ്റീരിയർ സ്പേസിലൊക്കെ വെക്കാൻ പറ്റിയ കുറേ റേഞ്ച് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഐറ്റംസൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടുതലും കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മിക്കതിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതൊക്കെ സെൻറ്റഡ് ക്യാൻഡിൽസ് ആണ് കേട്ടോ. വളരെ റേറ്റ് കുറവാണ് ഈ ക്യാൻഡിൽസിനൊക്കെ.
അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെലക്ട് ചെയ്യുക. അത് നമ്മൾ പ്രോഡക്റ്റ് പിക്ക് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ടാണ്. എല്ലാവരും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ഒരു ടാഗിൻ്റെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഒരു സാമ്പിൾ മോഡലും വെച്ചിട്ടുണ്ട് പ്രോഡക്റ്റിന്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ടാഗും ആ ഒരു സാമ്പിൾ മോഡലും വെച്ച് പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടുന്ന് ആ ബോക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പർച്ചേസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഗോഡൗൺ പോലാണ് ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഈ കാണുന്നതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫുഡ് സെക്ഷനാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് അവൈലബിൾ ആണ്. ഡ്രിങ്ക്സും ഫുഡും സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഷവർമയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയത്. 3.5 റിയാലേ ഉള്ളായിരുന്നു ഒരു ഷവർമയ്ക്ക്. അത് നല്ല ഷവർമയായിരുന്നു കേട്ടോ. അതിനകത്തുള്ള സ്റ്റഫിങ്ങും എല്ലാം സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ആയിരുന്നു. 3.5 റിയാലിന് ഇത്രയും നല്ലൊരു ഷവർമ എനിക്ക് റിയാദിൽ വേറെ എവിടെയും കിട്ടുമെന്ന് തോന്നുന്നില്ല. മിക്ക സ്ഥലത്തും ഷവർമയുടെ റേറ്റ് കൂടുതലാണ് ഇവിടുത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.